കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പതിവ് പോലെ ഈ ദിവസം ബുധനാഴ്ച വൈകിട്ട് ഡിസംബർ മാസം 27-ാം തീയതി ഈ വർഷത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നമുക്ക് ദൈവസനയിൽ വചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാലം ദൈവദാസന വചനവുമായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുന്ന സമയങ്ങളാണല്ലോ. ഈ സമയത്ത് പാട്ടുപാടുവാനായിട്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ ബാബ്സി ജോസഫ് പാലമറ്റത്തിനെ ഈ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ എത്രത്തോളം ഈ വർഷത്തെ അവസാന നിമിഷത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ കാവല്, ദൈവത്തിന്റെ കൃപ നമ്മൾ ഓരോരോ ദിവസവും ഓരോരോ നിമിഷം അനുഭവിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഈ ഒരു പാട്ട് പാടാൻ പോകുമ്പോൾ ദൈവജനങ്ങൾ എന്നോട് ഒരുമിച്ച് പാട്ട് പാടാൻ ഞാൻ അപേക്ഷിക്കുന്നു. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൻ എന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിയെ കണ്ണിൻ മുൻപ് പതരാതെ ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപ് പതരാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മാറിയോ ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മാറിയോ ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയോ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസം ശോധനയോ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരൂ ആയുധം ഫലിക്കില്ല, നിനക്കെതിരായി വരൂ ആയുധം ഫലിക്കില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം
തന്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം. തന്റെ ദാസരിൻ നീതിയവൻ എണ്ണി സ്തുതിക്കുവാൻ, എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എണ്ണി സ്തുതിക്കുവാൻ, എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വളരെ അർത്ഥവത്തായ ആ ഒരു പാട്ട്. ഈ വർഷത്തിൽ ദൈവം ചെയ്തതായ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് എണ്ണി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ എത്രമാത്രം നന്മകൾ, എത്രമാത്രം അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ഈ വർഷക്കാലം സഹായിച്ചു. കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതികരേറ്റാം. രാത്രികാലം ആ പാട്ട് വളരെ അർത്ഥവത്തായ പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നാം വചന കേൾവിക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണല്ലോ. രാത്രികാലത്തെ വചന സൂക്ഷിയുടെ അനുഗ്രഹത്തിനായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ ദൈവദാസനോട് കൂടി ഇരിക്കട്ടെ. അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ സൂക്ഷിപ്പാൻ തക്കവണ്ണം കേൾവിക്കാർക്ക് ഇന്ന് രാത്രിയിൽ ലൈവായി കേൾക്കുന്നത് മാത്രമല്ല, തുറന്നുള്ള ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ ഒക്കെയും ശ്രദ്ധിക്കുമ്പോൾ അനേകർക്ക് അതൊരു ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ദൈവദാസനെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദാസന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പാട്ടുപാടി സിസ്റ്റർ ബാപ്സിയെ ഓർത്തുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ജോസിയെയും ജെയ്സിയെയും ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം വചനം കേൾക്കുവാനായിട്ട് ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും അഭിഷേകവും എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹവും സമൃദ്ധിയും ദൈവിക കൃപയുടെ വർധനയ്ക്കും കാരണമായി തീരട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കരുണയുള്ള പൊന്നുകർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സംഭവവിഫലമായ ഓരോ നിമിഷങ്ങളപ്പാ ഞങ്ങളെ വിട്ട് കടന്നു പോവുകയാണല്ലോ. ആണ്ടിന്റെ ആരംഭം മുതൽ ഇത്രത്തോളം കർത്താവെ, നിന്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അപ്പച്ചാന്നി ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി അനുഗ്രഹിച്ചല്ലോ. നടത്തിയ എല്ലാ വഴികൾക്കായി വിധങ്ങൾക്കായി അവിടുത്തെ കരുതലുകൾക്കായി സൂക്ഷിപ്പിനായി പരിപാലനത്തിനായി സ്തോത്രം കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, നന്മകൾക്കായി സ്തോത്രം കർത്താവെ. പിന്നെയും ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവഭയത്തോടെ ഭക്തിയോടെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹത്തിന് തടസ്സമായ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കർത്താവെ കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകളൊക്കെയും കർത്താവ് മായ്ച്ച കർത്താവെ അവിടുത്തെ തിരുരക്തത്താലും വചനത്താലും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുമാറാകണമേ. സകല പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ട പോരാട്ടങ്ങളും ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായി വിടുവിച്ച് കർത്താവെ നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആത്മീയ ഗ്രൂപ്പിനായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്ന ദൈവവചനമൊക്കെയും കർത്താവെ അപ്പച്ച സംസാരിക്കുന്ന എല്ലാ കർത്താവെ ദൈവഭൃത്യന്മാര് ദൈവമക്കളെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം അപ്പച്ച. കർത്താവെ, ഇന്ന് ഹല്ലേലൂയ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യുവാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പ്രിയ പാട്ടുപാടിയ ദേവദാസി അവിടുന്ന് കുടുംബമായി അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തൊന്നു സമർപ്പിക്കുന്ന കർത്താവെ അപ്പച്ച സ്തോത്രം. അവിടുത്തെ വചനം കർത്താവെ അപ്പ സംസാരിപ്പാൻ ദേവദാസനെ നീ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഇങ്ങനെ ഒരു ആത്മീയ നേതൃത്വത്തിന് കർത്താവെ അപ്പച്ച നേതൃത്വം കൊടുത്ത പ്രിയ സാധനങ്ങളിനായി ബിജാൻറ്റിക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക അമ്മച്ചിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പച്ച അവരുടെ എല്ലാ ജീവിതത്തിന്റെ ആവശ്യങ്ങളും കൂടെ ഇന്ന് സഹായിക്കണം, നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കുടുംബം അനുഗ്രഹിക്കുമാറാകണമേ. വരും വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നന്മയും അനുഗ്രഹവും സമാധാനവും ദൈവകൃപയും അനുഭവിപ്പാൻ പിന്നെയും ഞങ്ങളെ സഹായിച്ചാട്ട കർത്താവെ സ്തോത്രം. പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ
നടുവിൽ ക്ഷീണിച്ചു പോകാതെ പതറിപ്പോവാതെ ദൈവസന്നിധി പിന്നെയും കുറച്ചുകൂടെ കർത്താവെ കൂടുതൽ അടുക്കുവാൻ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമേ. എല്ലാ കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അപ്പച്ചാ നീ സൗഖ്യമാക്കണം, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മഹത്വമാനം എല്ലാം പിതാവ് എടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ രാത്രി സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം. ദൈവം മുൻഭാഗം ആയിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ചാട്ടപ്പ. മഹത്വമാനം പിതാവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയൻ താഴ്മയെ അയച്ചു പിതാവ് എഴുതിയ തോന്നി കേട്ടുത്തരമല്ലണം നല്ല കർത്താവേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി സമർപ്പിക്കാം. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളങ്ങളോട് ആത്മാർത്ഥമായി ഇടപെടുന്ന ദൈവത്തിന്റെ ആഴമേറിയ വചനം. ഹല്ലേലൂയ. സ്തോത്രം. രാത്രികാലം നമുക്ക് എല്ലാവർക്കും അത് സമൃദ്ധിയായി ലഭിക്കാൻ തക്കവണ്ണം സമർപ്പണത്തോടുകൂടി നമുക്ക് ദൈവസനയിലായിരിക്കാം. കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ രാത്രികാലം പ്രാപിപ്പാൻ ഈ കൂട്ടായ്മ മൂലം ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വചന സൃഷ്ടിക്കായിട്ട് കർത്താവിന്റെ ദാസൻ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റത്തെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസത്തിൽ കടന്നു വരുവാനും ദിവസത്തിൽ പ്രാർത്ഥിപ്പാനും പാടുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഈ വൈകിയ സമയത്ത് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒരു കൂടി ഏൽപ്പിക്കാം. ഈ മീറ്റിംഗിന് നേതൃത്വം നൽകി വരുന്ന മീറ്റിംഗിൽ നേതൃത്വം നൽകുന്ന കർത്താദാസൻ സാക്ചറിയാൻ ഈ ഒക്ലോമ പ്രേയർ എന്ന് തന്നെ നേതൃത്വം നൽകി വരുന്നല്ലോ. ദൈവദാസന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബിജയ് മക്കള് അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടി വെബ്സി പ്രാർത്ഥിച്ച പ്രിയ സഹോദരി അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രേരണയിലുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നാം ആയിരിക്കുന്നല്ലോ. നമ്മെ ഇത്രത്തോളം ദൈവം അത്ഭുതമായി നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ എല്ലാ കൃപകളെ ഓർത്ത് നന്മകളെ ഓർത്ത് പരിപാലനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങളിലായിരിക്കും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ പഠനത്തില് ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണല്ലോ വായിച്ച് ചിന്തിച്ചത്. 6-7 വാക്യങ്ങളിൽ നിന്നും ഇങ്ങനെയാണ് വായിച്ചത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. Who being in very nature of God did not consider equality with God something to be used to his own advantage. Rather he made himself nothing by taking a very nature of a servant. നമ്മൾ വായിച്ചത് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ക്രിസ്തുവിന് വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചു. അവിടെ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്നാണ് നമ്മളവിടെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. അതുപോലെ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ ഈ വ്യവഹാരങ്ങൾ കാണാൻ കഴിയുന്ന പിതാവിനോടുള്ള സമത്വം, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ എന്ന് പറയുന്നതും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ട്രിനിറ്റി അഥവാ ത്രിത്വം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രിയോൺ ഗോഡ്, ത്രിയേക ദൈവം എന്ന ആ ആശയത്തെ കുറിച്ച് ഇതിനടിസ്ഥാനത്തില് ചിന്തിക്കുവാനാണ് ഈ പഠനത്തിൽ പ്രധാനമായി ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, മർത്യബുദ്ധിയിൽ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് പരിമിതികൾ ഉണ്ടാകാം. എങ്കിലും ദുരുപദേശങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്നും അകന്നിരിക്കുവാൻ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അതാണ് ഇന്നത്തെ പഠനത്തിന്റെ പിന്നിലുള്ള ഒരു ചിന്ത. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവ പഠനത്തിലേക്ക് കടക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നുള്ള രാത്രി വേളയ്ക്കായി അങ്ങ് സ്തുതിക്കുന്നു. ഇപ്രകാരം ഞങ്ങൾ കോക്കലമ പ്രേയറിലൂടെ അങ്ങയുടെ പാതപടി അടുത്തിട്ട് ഞങ്ങളെ സഹായിക്കുന്നതിൽ അങ്ങ് സ്തുതിക്കുന്നു. പാലത്തെ തിരക്കിൽ നോക്കി ഒഴിഞ്ഞ് അല്പസമയം വേറെടുത്തിട്ട് പാതപടിയായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങനെ ചില അടുത്ത് വന്ന് പ്രാർത്ഥിപ്പാനും പാടുവാനും ഒക്കെ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. ഈ പ്രേരണ അനേകർക്ക് അനുഗ്രഹത്തിന്, ആശ്വാസത്തിന്, വിടുതൽ കണ്ടെത്തുവാൻ, ദൈവത്തിന്റെ വചനം പഠിപ്പാനൊക്കെ മുഖാന്തരമാക്കി തീർത്തിരിക്കുകയല്ല അങ്ങ് സ്തുതിക്കുന്നു. ധാരാളമായി പിന്നെയും ഈ പ്രേരണ അവിടുന്ന് മാനിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ദാസൻ സാക്ചറിയാനെയും കുടുംബത്തെയൊക്കെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാണമേ. ദേവി രാത്രികാലം ഞങ്ങൾ വചനമായി ദിവസത്തിലേക്ക് അടുത്തു വരുന്നു. ആ വചനത്തെ പഠിപ്പാനും ആ വചനം ഞങ്ങൾക്ക് പ്രയോജനമായി വരുവാനും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങയുടെ ഒപ്പം ഉറച്ചു നിൽക്കുവാനും മറ്റു പുറത്തുള്ളവരുടെ മധ്യത്തിൽ അങ്ങയുടെ നാമത്തിനു വേണ്ടി ഉറപ്പോടെ ഞങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. രാത്രികാലം അവിടുത്തെ സ്ഥാനത്തിന് പുറം ഞങ്ങളെ സൂക്ഷിക്കണം.
അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളത്തിൽ അനുഭവിച്ചറിയ ഇടയാക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളം കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാണമേ. അപ്പൊ അതവിടെ താഴ്മയോടെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കലെങ്കിൽ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു മൂലം തന്നെ ആമേൻ. ഞാനിവിടെ പറഞ്ഞ ട്രിനിറ്റി അഥവാ ത്രിയേക ദൈവം എന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികമായ അടിസ്ഥാനം എന്ന് പറയാൻ കഴിയുന്നത്. നാം ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാ ദൈവവും എന്ന ത്രിയേക ദൈവം എന്ന നിലയിലാണല്ലോ. ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വേദപുസ്തക കാഴ്ചപ്പാടിന് തിയോളജിയൻസ് നൽകിയ പേരാണ് ട്രിയൂണിറ്റി അഥവാ ട്രിനിറ്റി അഥവാ ത്രിത്വം അല്ലെങ്കിൽ ത്രിയേകത്വം എന്നുള്ളത്. എന്നാൽ ട്രിനിറ്റി എന്ന ആശയം വേദപുസ്തകത്തിലെ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായി 28-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. അവിടെ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസ്ഥാനത്തോ എല്ലാം നാളെ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ് യേശുക്രിസ്തു കൽപ്പിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാം വാക്യം ഇത് നമുക്ക് വളരെ പരിചിതമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ഈ വാക്യത്തിലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണുവാൻ കഴിയും. ഈ വാക്യങ്ങൾ മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തില് മറ്റ് പല ഭാഗങ്ങളിലും ത്രിയേക ദൈവം എന്ന ആശയം വെളിപ്പെടുത്തുന്ന വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കൃപ അല്ലെങ്കിൽ കൃപ നൽകുന്ന യേശു, പിതാവിന്റെ സ്നേഹം, സ്നേഹവാനായ പിതാവ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഓരോ ദിവസവും കൂട്ടായ്മയിൽ ആശ്വസിപ്പിച്ച് നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ 3 വ്യക്തിത്വങ്ങൾ നമുക്ക് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും, എടുത്തു പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ പറയുന്ന ക്രമത്തിന് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. ദൈവം എന്നുള്ളതിന്റെ എബ്രായ വാക്കാണ് എലോഹീം എന്ന ആ ഒരു വാക്ക്. ഈ വാക്ക് ബഹുവചനമാണ്. അത് അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27 വാക്കുകൾ കടന്നു വരുമ്പോൾ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലിരുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ലെറ്റ് us make mankind in our image, in our likeness. അവിടെ ആ ലെറ്റ് us എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 27-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണും അവരെ സൃഷ്ടിച്ചു. അവിടെ വരുമ്പോൾ ഏകവചനത്തിലായി ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ബഹുവചനത്തിൽ പറയുമ്പോൾ അവിടെ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടെയുള്ള ആ ഒരു ദൈവത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ നിയമം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് പറയുന്നത് 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിട്ടാണ്. ത്രിയേകത്വം 3 ദൈവവാദമല്ല, ത്രിമൂർത്തി ഉപദേശമല്ല, ബഹുദൈവവാദവുമല്ല. ഇത് ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്ന ത്രിയേക ദൈവം എന്ന ഉപദേശമാണ്, അഥവാ ഏക ദൈവ ഉപദേശമാണ്. വേദപുസ്തകത്തിൽ നിന്നും വളരെ തെറ്റിദ്ധാരണയുണ്ടായിട്ടുള്ള ഒരു പ്രയോഗമാണ് ത്രിത്വം അഥവാ ത്രിയേക ദൈവം എന്ന പഠനം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന വേദപുസ്തക കാഴ്ചപ്പാടിനെയാണ് പൊതുവെ ട്രിനിറ്റി അഥവാ ത്രിയേകത്വം എന്നോട് അർത്ഥമാക്കുന്നത്. മറ്റ് ജാതികൾ കാണുന്ന ത്രിമൂർത്തി അല്ലെങ്കിൽ ആ ഒരു പദം, അതുപോലെ ജാതീയമായ ത്രിമൂർത്തി സങ്കല്പം, അതല്ല ത്രിയേകത്വം എന്ന് പറയുന്നത്. ഒരു ദൈവത്തിന്റെ 3 രൂപങ്ങളെയാണ് ത്രിമൂർത്തി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. ഹൈന്ദവ വേദ ഉപദേശം അനുസരിച്ച് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന ത്രിമൂർത്തി സിദ്ധാന്തത്തിൽ ദൈവം ഏകനാണെന്ന് അവർ പഠിപ്പിക്കുന്നു. ബ്രഹ്മാവ് സൃഷ്ടിതാവും വിഷ്ണു സംരക്ഷകനും ശിവൻ സംഹാരമൂർത്തിയുമായിട്ടാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. എന്നാൽ ബൈബിൾ പറഞ്ഞിട്ടുള്ള ത്രിയേക ദൈവം എന്ന ആശയത്തിന് ഹൈന്ദവ വേദങ്ങളിലെ ത്രിമൂർത്തി സിദ്ധാന്തവുമായി യാതൊരു ബന്ധവുമില്ല. ത്രിമൂർത്തി സിദ്ധാന്തത്തിലെ ദൈവത്തിന്റെ 3 വെളിപ്പാടുകളോ അവസ്ഥകളോ പ്രത്യക്ഷതകളോ അല്ല ത്രിയേകത്വം എന്ന് പറയുന്നത്. പ്രഥമദൃഷ്ട്യാ ത്രിയേക ദൈവം എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുമെന്ന് തോന്നുമെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഉപദേശം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് നാം യേശുനാമക്കാർ എന്ന് വിളിക്കുന്ന വൺനെസ് പെന്തക്കോസ്റ്റ് വിശ്വാസം പിൻപറ്റുന്നവര്. വൺനെസ് പെന്തക്കോസ്റ്റ് ഉപദേശം എന്താണെന്നും അവരുടെ ഉപദേശവും നാം പിൻപറ്റുന്ന ത്രിയേക ദൈവം എന്ന ഉപദേശവും തമ്മിലുള്ള താരതമ്യം മനസ്സിലാക്കിയാൽ ട്രിനിറ്റിയെ പറ്റി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വൺനെസ് പെന്തക്കോസ്റ്റ് ഉപദേശത്തെ കുറിച്ച് നാം അല്പമായെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യമായ കാര്യമാണ്.
1914 അസംബ്ലീസ് ഓഫ് ചർച്ചിൽ നിന്ന് പിരിഞ്ഞുപോയ രൂപീകരിച്ചാണ് വൺനെസ് പെന്റക്കോസ്റ്റ് ചർച്ച്. ജോൺ ഷേപ്പ് എന്ന പ്രാസംഗികൻ തനിക്ക് ദൈവത്തിന് ഒരു വെളിപ്പാട് ലഭിച്ചുവെന്നും അതനുസരിച്ച് പ്രവൃത്തികൾ അപ്പോസ്തല പ്രവൃത്തി 2:38 പറഞ്ഞിരിക്കുന്ന പോലെ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിയും എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമായിരിക്കണമെന്ന് വിശ്വസിക്കുകയും അവർ ത്രിയേക ദൈവം എന്ന ആശയത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഏകദേശം 24 ബില്യൺ അഥവാ 240 ദശലക്ഷം ആളുകൾ വൺനെസ് പെന്തക്കോസ്റ്റ് വിശ്വാസത്തെ പിൻപറ്റി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. പല വിഭാഗങ്ങൾ ആ വൺനെസ് പെന്തക്കോസ്റ്റ് വിശ്വാസത്തെ പിൻപറ്റി തരുന്നുണ്ടെങ്കിലും യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ചർച്ച് ഇന്റർനാഷണൽ ആണ് അതിലെ പ്രബല വിഭാഗമായിട്ട് കാണുന്നത്. വൺനെസ് പെന്തക്കോസ്റ്റ് സിദ്ധാന്തക്കാർ പഠിപ്പിക്കുന്ന പിതാവ് തന്നെയാണ് പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ്. സൃഷ്ടിതാവ് തന്നെയാണ് രക്ഷകനായി തീർന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് അതേ ദൈവം തന്നെ ജഡരൂപമെടുത്ത് നമ്മെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ സൃഷ്ടിതാവും രക്ഷിതാവുമായി ദൈവം തന്നെയാണ് നമ്മെ എപ്പോഴും സഹായിക്കുവാൻ നമ്മിൽ വസിക്കുന്ന ആത്മാവ് എന്നുമാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു ദൈവമാണുള്ളതല്ല, ആ ഒരു ദൈവം ഒരു സമയത്ത് പിതാവിലോ പുത്രനിലോ പരിശുദ്ധാത്മ രൂപത്തിലോ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ എന്നവർ പഠിപ്പിക്കുന്നു. ദൈവം ആദ്യം സൃഷ്ടാവെന്നതിൽ പ്രവർത്തിച്ചു, പിന്നീട് ജഡരൂപമെടുത്തു യേശുക്രിസ്തുവായി നമ്മുടെ രക്ഷിതാവായി തീരുന്നത് ലോകത്തിലേക്ക് വന്നു. അതേ ദൈവം ഇപ്പോൾ നമ്മിൽ ആത്മാവായി വസിക്കുന്നു എന്നവർ പഠിപ്പിക്കുന്നു. വൺനെസ് പെന്തക്കോസ്റ്റ് ഉപദേശം അനുസരിച്ച് സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് പിതാവാകുന്നു, പുത്രൻ വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യരോടുള്ള ബന്ധത്തിൽ മനുഷ്യരോട് ഇടപെടേണ്ടതിന് പുത്രനാകുന്നു, ആത്മാവോട് ഇടപെടേണ്ടതിന് ആത്മാവാകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. മുസ്ലിം മതവിശ്വാസികളോട് സുവിശേഷം അറിയിച്ചിട്ടുള്ളപ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം, പ്രധാനമായും അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം ക്രിസ്ത്യാനികൾക്ക് 3 ദൈവങ്ങളില്ലേ, 3 ദൈവങ്ങളല്ലേ എന്നാണ്. ആവർത്തന പുസ്തകം 6:4 നമുക്ക് വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഇസ്രായേലിയെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇനി എന്താണ് ത്രിയേകത്വം എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പഠനത്തിലെ വസ്തുതകൾ തെളിയിക്കേണ്ടത് വചനാടിസ്ഥാനത്തിലാകിയാൽ അനേക വാക്യങ്ങൾ ഞാനിവിടെ വായിക്കേണ്ടതായിട്ടുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. ത്രിയേക ദൈവമെന്ന ആശയത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി അങ്ങനെ തന്നെ സ്ഥിതി ചെയ്തു. അവർക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. യെശയ്യാപ്രവചനം 48:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിൽ യേശുക്രിസ്തുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 3:16 വാക്യത്തില് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന്റെ ശബ്ദമുണ്ടായി. അപ്പൊ യേശു സ്നാനമേൽക്കുകയാണ്, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു. പിതാവാൻ ദൈവം പറയുന്നു, ഇവന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ വായിച്ച വേദഭാഗം മത്തായി സുവിശേഷം 28 18, 19, 20 വാക്യങ്ങളിൽ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാൾ തന്നെ ആയിരുന്നെങ്കിൽ ദൈവനാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് കൽപ്പിച്ചാൽ മതിയായിരുന്നു. തനിമല്ല, യേശുക്രിസ്തു കൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് കൽപ്പനയ്ക്ക് വിരുദ്ധമായാണ് വൺനെസ് പെന്തക്കോസ്റ്റുകാര് യേശുക്രിസ്തു നാമത്തിൽ മാത്രമാണ് സ്നാനപ്പെടുന്നത് പഠിപ്പിക്കുന്നത്. ഞാൻ ഇത് ഈ സൂചിപ്പിക്കുക കാരണം ഇങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ നമ്മളൊക്കെ അത് അറിഞ്ഞിരിക്കണം. ആരെങ്കിലും നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അതിന് മറുപടി പറയാൻ തക്കവണ്ണം അറിവുള്ളവരായിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 13:14 പൗലോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുകയുള്ളൂ. ഞാൻ ആ വാക്യം വായിച്ചാണ്: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരാം, എങ്ങനെയായിരിക്കും ദൈവത്തിലെ ഈ 3 വ്യക്തികളും തമ്മിലുള്ള ബന്ധം? ഈ വചനഭാഗങ്ങൾ നാം കാണുന്നത് തുല്യരും നിത്യരും സർവശക്തരും സർവജ്ഞാനികളും സർവ്വവ്യാപികളും സർവാധികാരികളുമായ 3 വ്യക്തിത്വങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് തുല്യരും നിത്യരും സർവശക്തരും സർവജ്ഞാനികളും സർവ്വവ്യാപികളും സർവാധികാരികളുമായ 3 വ്യക്തിത്വങ്ങൾ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഈ വാക്യത്തിൽ ഞാനെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് യേശുക്രിസ്തു ഉണ്ട്,
പിതാവിനോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് പിതാവുണ്ട്. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ കുറിച്ച് എന്ന് പറയുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവുണ്ട്. ഈ വാക്യത്തിൽ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് പറയുന്നത് കൊണ്ട് യേശുക്രിസ്തു താൻ പിതാവോ പരിശുദ്ധാത്മാവോ ആണെന്ന് സൂചിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്നതായി നമുക്ക് ദൈവം കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വാക്യത്തില് പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെയ്യുന്ന കവിട് വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ക്രൂശിൽ വെച്ചും മറ്റു പല സമയങ്ങളിലും നമുക്ക് അറിയാം യേശുക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിതാവും പുത്രനും ഒന്നാണെന്നുള്ള വാദം അംഗീകരിച്ചാൽ അവിടെ യേശുക്രിസ്തു തന്നോട് തന്നെ സംസാരിച്ചു എന്ന് പറയേണ്ടി വരും. അതുപോലെ ത്രിത്വത്തെ മനസ്സിലാക്കുവാൻ പല ഉദാഹരണങ്ങൾ പറയാറുണ്ടല്ലോ. ഒരു ഉദാഹരണമാണ് വെള്ളത്തിൻ്റെത്. വെള്ളത്തിന്റെ അവസ്ഥയിലും നീരാവിയുടെയും ഐസിന്റെയും രൂപത്തിലിരിക്കുന്നു, എന്നാലും വെള്ളം തന്നെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. അതുപോലെ മറ്റു പല ഉദാഹരണങ്ങൾ നമ്മള് റബ്ബറിന്റെ കായ 3 ഒരുമിച്ചിരിക്കുന്നത് പാസ്റ്റർ വി. എ. തോമസ് ഒക്കെ അതൊക്കെ ഉദ്ധരിച്ചതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏതെങ്കിലും രൂപത്തിലിരിക്കുകയല്ല, അവർ എല്ലായ്പ്പോഴും ദൈവമായിരിക്കുകയാണ്. അവർക്ക് രൂപമാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാമെങ്കിലും നിത്യനായ ദൈവത്തെ താൽക്കാലികമായി ഈ ലോകത്തിലെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ത്രിത്വത്തെ തള്ളിപ്പറയുന്നവരാണ് യഹോവ വിറ്റ്നസ്, വൺനെസ് പെന്തക്കോസ്റ്റ് തുടങ്ങിയ ആളുകളൊക്കെ നമുക്കതറിയാം. യഹോവ വിറ്റ്നസ് വിഭാഗം ഉടലെടുത്തത് 1870 പിറ്റ്സ്ബർഗ് പെൻസിൽവേനിയ വെച്ച് ചാൾസ് റസൽ എന്ന വ്യക്തിയിലൂടെയാണ്. യഹോവ വിറ്റ്നസ് വിശ്വാസികള് ത്രിത്വത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ബൈബിളില് ട്രിനിറ്റി എന്ന പദം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിന് കാരണമായി അവർ പറയുന്നത്. പിതാവല്ല പുത്രൻ, പുത്രൻ പിതാവിന്റെ സൃഷ്ടി മാത്രമാണ്, പുത്രൻ പിതാവിന് സമനല്ല, ഒരുപടി താഴെയാണ് എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നില്ല. പിന്നെയോ യേശു ആത്മാവിലാണ് ഉയർത്തെഴുന്നേറ്റത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് അവർ പറയുന്നത് അത് അദൃശ്യമായിരുന്നെന്നും 1914 അത് സംഭവിച്ചു കഴിഞ്ഞുവെന്നുമാണ്. അക്ഷരികമായ ഒരു നരകം ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നില്ല. ഈ നമുക്കറിയാം ഈ സാക്ഷികൾ അവര് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് ഡോറിൽ വന്ന് മുട്ടാറുണ്ട്. ചിലരൊക്കെ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരും പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് അവരോട് പറയാൻ ശ്രമിക്കും. അതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് യഹോവസാക്ഷിയുടെ ഉപദേശം എന്താണെന്ന് പലയിടത്തും ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം യഹോവസാക്ഷിയുടെ ഉപദേശം എന്താണെന്ന് നമ്മോട് ആരും ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രയോജനപ്രദമാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. യോഹന്നാൻ സുവിശേഷം 14:28 പിതാവ് എന്നെക്കാൾ വലിയവനല്ലോ എന്ന ഭാഗം എടുത്തിട്ട് അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ആരാധിക്കുകയില്ല, യേശുവിനെ സർവശക്തിയുള്ളതുമായി അംഗീകരിക്കുകയില്ല എന്നാണ് യഹോവ സാക്ഷികളുടെ നിലപാട്. അതുപോലെ പരിശുദ്ധാത്മാവും പിതാവാം ദൈവത്തിന് തുല്യനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, പിന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി മാത്രമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ലോകമെമ്പാടും ഏകദേശം 87 ലക്ഷം യഹോവ സാക്ഷികൾ ഉണ്ടെന്നാണ് അവരുടെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലേറിയ പങ്കും ഈ രാജ്യത്ത് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അടുത്തൊരു ചോദ്യമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമന്മാരാണോ എന്നുള്ളത്. നാം വായിച്ചു തുടങ്ങിയ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്നാണ്. ഈ ഒരു വാക്യമാണ് പ്രധാനമായും എന്നെ ഈ ഒരു പഠനത്തിലേക്ക് തിരിച്ചുവിട്ടത്. ഇവിടെ വായിക്കുന്നത് നിത്യതയിൽ യേശുക്രിസ്തു ദൈവരൂപത്തിൽ ആയിരുന്നു, പിതാവിനോട് സമത്വത്തിൽ ആയിരുന്നു എന്നുമാണ്. യോഹന്നാന്റെ ശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുന്നത്: പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം, അഥവാ പിതാവിനെ ബഹുമാനിക്കുന്ന അതേ ബഹുമാനത്തോടെ പുത്രനെ ബഹുമാനിക്കണം. ഇവിടെയും പിതാവും പുത്രനും തമ്മിലുള്ള തുല്യത നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ ശേഷം 5:26 കടന്നു വരുമ്പോൾ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ
അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാർ വരം നൽകിയിരിക്കുന്നു നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5:19. ആകയാൽ യേശു ഒരു ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് പിതാവിലും പുത്രനിലുമുള്ള ആ തുല്യത നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ ഞാൻ അവയ്ക്ക് ജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്നതിന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. ഇവിടെ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യതയും തുല്യതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന പിതാവും പുത്രനും തമ്മിലുള്ള സമത്വത്തെയും തുല്യതയും കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്നും പിതാവിനോട് സമത്വമുള്ളവനുമാണെന്ന ആ മർമ്മം ഗ്രഹിക്കുവാൻ കഴിയാതെ പോയ യഹൂദന്മാര് യേശുവിനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു എന്നാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അവർക്ക് ആ യേശുക്രിസ്തുവിലെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. യേശുക്രിസ്തു ആയിരുന്നു അവര് പ്രതീക്ഷിച്ചിരുന്ന മശീഹ എന്നവർക്ക് അറിയാതെ പോയി. ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോയതുകൊണ്ട് ഹല്ലേലൂയ ദൈവവും അവരെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. ആ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയിരുന്നു. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ദൈവത്തിന്റെ രഹസ്യങ്ങൾ ഗ്രഹിപ്പാൻ അവർ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ അവർക്കായി വന്ന മശിയെ കണ്ടെത്താൻ അവർ കഴിയാതെ പോയി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് അറിയാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട വാക്യമാണ് വെളിപ്പാട് പുസ്തകം 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൂടാതെ രക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്നും പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസാലെയാണ് ഒരുവൻ രക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ എന്നുമാണ് യോഹന്നാൻ സുവിശേഷം 11-14 വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം 7:10 രക്ഷ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുക്രിസ്തുവിന്റെയും ദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരെങ്കിലും യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് യേശുക്രിസ്തു ദൈവമല്ല, അത് പിതാവായ ദൈവം മാത്രം മതി എന്ന് പറഞ്ഞാല് അവര് ആ രക്ഷ തന്നെ അവര് മിസ് ചെയ്തു പോവുകയാണ് സംഭവിക്കുന്നത്, അല്ലെ രക്ഷയിൽ നിന്ന് അവര് അന്യപ്പെട്ടു പോവാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 8-9 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഫിലിപ്പോസ് അവനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞങ്ങൾ ഇത്രകാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചിരുന്നു നീ പറയുന്നത് എങ്ങനെ? അപ്പൊ ഈ വേദഭാഗത്ത് നമുക്ക് പിതാവും പുത്രനുമുള്ള ഐക്യതയും തുല്യതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 17:10 കടന്നു വരുമ്പോൾ എന്റേത് എല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഈ വാക്യത്തിലും പിതാവിനും പുത്രനുമുള്ള തുല്യ ഉടമസ്ഥത നമുക്ക് കാണാൻ സാധിക്കും. റോമർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്കുകൾ കടന്നു വരുമ്പോൾ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പൊ ഈ വാക്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തു സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അത് നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ ആ വേദഭാഗമൊക്കെ നമ്മൾ വളരെ കേട്ട് കാണും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിലും അവസാനം ഉണ്ടാകിയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇതുപോലെ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അപ്പൊ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവചിക്കുകയാണ്. He will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the greatness of his government and peace, there will be no end. അപ്പൊ അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിന്റെ അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഭാഗങ്ങളൊന്നും വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അത് വിശദീകരണം കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദഭാഗങ്ങളാണല്ലോ. യേശുക്രിസ്തുവിൽ ദൈവത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഈ വേദഭാഗം അവർക്ക് നല്ല മറുപടിയാണ്. വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗാഡ്, എവർലാസ്റ്റിംഗ് ഫാദർ, പ്രിൻസ് ഓഫ് പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന പേര് ഇമ്മാനുവേൽ, അഥവാ ദൈവം നമ്മോട് കൂടെ എന്ന പേരാണ്. ദൈവം നമ്മോട് കൂടെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1:8 ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്ത് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:13 ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ വിശദീകരണം കൂടാതെ മനസ്സിലാക്കാൻ കഴിയുന്ന വാക്യങ്ങളാകിയാൽ ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവൻ ദൈവവും നിത്യജീവനും ആകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സത്യദൈവവും നിത്യജീവനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 2:12 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു ദേശത്തിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സ്വഭാവത്തോടും നീതിയോടും ദൈവഭക്തിയോട് ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് കടന്നു പോകട്ടെ. പ്രായലേഖനം 1:1 കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായത് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാർക്ക് വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ആയതൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു നമ്മൾ വായിക്കുന്നു. അതിന്റെ 8-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. നിന്റെ സിംഹാസനം ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് സ്വർഗത്തിൽ പിതാവാം ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലെ ആരാധനയാണ്, പിതാവ് ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഇങ്ങനെ കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവരും നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ആ വെളിപ്പാട് പുസ്തകം 4-ന്റെ അടുത്ത 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പിതാവിനെ പോലെ പുത്രനെ ആരാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പം ഈ ലോകത്ത് പലരും യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനിത് തൊട്ടു മുമ്പ് ഓർപ്പിച്ചല്ലോ, പിതാവ് മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനുള്ളത് വിശ്വസിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്വർഗത്തിൽ പിതാവാ ദൈവത്തെ ആരാധിക്കുന്നവര് പുത്രനായ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച നമ്മളെ കാണുന്നത്. അപ്പൊ സ്വർഗത്തിൽ പോലും ആരാധിക്കുന്ന യേശുക്രിസ്തു. ഈ വേദഭാഗങ്ങളെല്ലാം പിതാവിനൊപ്പം യേശുക്രിസ്തു സമത്വമുള്ളവനാണ്, നിത്യനാണ്, ആരാധ്യനാണ്. ഹല്ലേലൂയ എന്നീ കാര്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പിന്നെ പരിശുദ്ധാത്മാവ് എന്നൊരു ഘടകം പ്രത്യേകമായി ഇല്ല എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നാണെന്നും വാദിക്കുന്ന വൺനെസ് പെന്തക്കോസ്തുകാരും അവരോടൊപ്പം മറ്റു പലരും ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ത്രിയേക ദൈവം എന്ന ആശയമാണ് ആ ബൈബിളിലുടനീളം കാണുവാൻ കഴിയുന്നത്. അതേസമയം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തിത്വങ്ങളാണെന്ന് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലെ യെശയ്യാപ്രവചന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വർദ്ധിച്ചുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 63:10 എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ സുവിശേഷം 14:26 നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ ഭാഗം അത്. പിന്നെ 2 കൊരിന്ത്യർ 13:14 ഞാൻ മുമ്പ് വായിച്ചാണ് ഈ വേദഭാഗം ഇവിടെ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളുമായിട്ട് കൂടി ഇരിക്കുമാകട്ടെ എന്നുള്ള ആ ഭാഗം നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റു ചില വേദഭാഗങ്ങൾ ഞാൻ ഇവിടെ പെട്ടെന്ന് വായിച്ച് കടന്നു പോകാം.
ഉൽപ്പത്തി പുസ്തകം 6:1-4 വാക്യങ്ങളില് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുക. അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും ഇവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ലൂക്കോസ് സുവിശേഷം 12:11 എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു എന്ന് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അവിടെ പറഞ്ഞ പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8:29 കടന്നു വരുമ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തിയെന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തിയെന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 13:2 കടന്നു വരുമ്പോൾ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവൻ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചോ അതിനുശേഷം യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ചെന്ന് പിതാവിനോട് ചോദിച്ച് ആ കാര്യത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചിരുന്നു പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് വന്ന് ആ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആ ദൈവത്തിന്റെ ജനത്തെ നടത്തും നമ്മൾ കാണുന്നത്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കാട്ടവരെ എനിക്ക് വേർതിരിപ്പിരുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രവൃത്തികൾ 16:6-8 വാക്യങ്ങൾ അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുഗ്യയിലും ഗലാത്യയിലും കൂടി സഞ്ചരിച്ചു. മുസ്സയിലെത്തി ബിന്ദുനിക്കുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവിടെയും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പ്രവൃത്തി. അവർ അപ്പോസ്തല പ്രവൃത്തി 16:6 പരിശുദ്ധാത്മാവരെ വിലക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 യേശുവിന്റെ ആത്മാവരെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 12:11 കടന്നു വരുമ്പോൾ എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന താനിച്ചിരിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ നമ്മൾ കാണുന്നു. എഫെസ്യർ 4:30 കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടും നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷം 12:31-32 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിൽ വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് പുത്രനും പരിശുദ്ധാത്മാവും ക്ഷമിക്കുന്നവനും ക്ഷമിക്കാത്തവനുമായി 2 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പിതാവാം ദൈവം എന്ന പേരുള്ളത് പിതാവിന് മാത്രവും പുത്രനായ ക്രിസ്തു എന്ന പേരുള്ളത് യേശു ക്രിസ്തുവിന് മാത്രവും പരിശുദ്ധാത്മാവ് എന്ന പേരുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രവുമാണ്. ഹല്ലേലൂയ. അപ്പം ഇത് എല്ലാം ഒന്നാണെന്നും അല്ലെങ്കിൽ യേശുക്രിസ്തു ആരാധിക്കത്തില്ലെന്നും അല്ലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമല്ലെന്നും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതൊന്നും ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ വളരെ വ്യക്തമായ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അതിന് ആ വചനഭാവം വായിച്ചു മുന്നോട്ട് കടന്നു പോകുന്നത്. ഒരിക്കൽ കൂടി നാം ഈ പഠനത്തിന്റെ ആരംഭത്തിൽ വായിച്ച വാക്യം വായിക്കട്ടെ. മത്തായി സുവിശേഷം 28:18-20 വാക്യങ്ങൾ. യേശു അടുത്തിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരികളും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും, വിജ്ഞാനവും ലോകാവസാനത്തിൽ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നറിഞ്ഞു ചെയ്തു. അപ്പൊ ഈ വചനഭാഗത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അങ്ങനെ പിതാവാം ദൈവവും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവാം ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും ഉൾക്കൊള്ളുന്ന ത്രിയേക ദൈവം എന്ന ആശയമാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒറ്റ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് പിതാവ് ചെയ്യുന്ന കാര്യങ്ങളല്ല പുത്രൻ ചെയ്യുന്നത്, പിതാവും പുത്രനും ചെയ്യുന്ന കാര്യങ്ങളല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചെയ്യുന്ന വ്യത്യസ്ത പ്രവൃത്തികളെ കുറിച്ചും അവരിലുള്ള പൂർണ്ണ ദൈവത്വത്തെക്കുറിച്ചും പറഞ്ഞുള്ള ചില ഭാഗങ്ങളുടെ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ദൈവയുടെ ആത്മാവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന് മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചുവാ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ പുത്രനെ നൽകുന്ന പിതാവിനെ നമുക്ക് ഉണങ്ങാൻ സാധിക്കും. 1 കൊരിന്ത്യർ 8:6 വാക്യത്തിൽ കടന്നു വഴി പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തുവിന്റെ ഏക കർത്താവ് നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. പിതാവായ ഏകദൈവവും
യേശു ക്രിസ്തു എന്ന കർത്താവ് ഇവിടെ കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 1:14 കടന്നു വരും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ പുത്രൻ മാത്രമേ മനുഷ്യ ജഡ രൂപം എടുത്തിട്ടുള്ളൂ. യോഹന്നാൻ സുവിശേഷം 5:19 ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന്റെ സ്വതയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. 5-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 5-ാം 30-ാമത്തെ വാക്യം, എനിക്ക് സ്വതയെ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്ന പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യാൻ ഇച്ഛിക്കുന്നത്, എന്റെ വിധി നീതിയുള്ളവയാകുന്നു. അപ്പൊ മേൽപ്പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലും പുത്രൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14:6 കടന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ യേശു ക്രിസ്തുവാണ് പിതാവിന്റെ അടുത്തേക്കുള്ള വഴി. പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് ചെല്ലുവാൻ സാധിക്കുന്നില്ല. അപ്പം യേശു ക്രിസ്തു തള്ളിക്കളഞ്ഞിട്ട് പിതാവ് മാത്രം മതി എന്ന് പറയുന്നവര്, അവർക്ക് പിതാവിന്റെ അടുത്ത് ചെല്ലാൻ കഴിയുകയില്ല. ആകാശത്തിൽ മനുഷ്യയിടയില് രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്. യേശു ക്രിസ്തു അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ പിതാവിന്റെ അടുത്ത് ചെല്ലാൻ സാധിക്കത്തില്ല. യോഹന്നാൻ സുവിശേഷം 5:22 കടന്നു വീഴുമ്പോൾ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവാരെ ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്ന നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മനുഷ്യശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ടി പാപത്തിന് ശിക്ഷ വഹിച്ച ദൈവത്തിനായ യേശു ക്രിസ്തു നമുക്കവിടെ കാണാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കണം നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അവനെ അറിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ തരുന്ന ആ ദൈവത്തെ നമുക്കൂടെ കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന് ഞാൻ തന്നെ, കേൾക്കുകയും കാണുകയും ശേഷം അതെനിക്ക് കാണിച്ച ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ്ടും നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപ്രതിനിധത്തെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ദൂതന് യോഹന്നാൻ അപ്പോസ്തലൻ ദൂതനെ ആരാധിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൂതൻ ആരാധന സ്വീകരിക്കാൻ തടയും നമ്മളെ കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 10:25-26 വാക്യങ്ങളുണ്ട്. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റു, അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാൻ ഒരു മനുഷ്യത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസ് ഇവിടെ ആരാധന സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ലുസ്രയില് പൗലോസും ബർന്നബാസും അവിടെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പുരോഹിതന്മാര് കാളയെ വന്ന് പൗലോസിനെ ബർന്നബാസിനെ ആരാധിക്കാൻ ശ്രമികളെ കാണുന്നുണ്ട്. അവിടെയും അതിനെ തടയും നമ്മളെ കാണാൻ സാധിക്കും. എന്നാൽ യോഹന്നാന് ശേഷം 9:35-36 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവന്റെ യജമാനെ, അവൻ ആരാകുന്നു, ഞാൻ അവനെ വിശ്വസിക്കുകയെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എന്നാൽ ഇവിടെ യേശു തന്നെ ആരാധിക്കുന്നത് തടഞ്ഞില്ല, ശാസിച്ചില്ല. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും നമ്മൾ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന നമ്മളെ കണ്ടു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:14-15 വാക്കുകളിൽ കടന്നു വരുമ്പോൾ, ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരുതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറിവ് പിടിച്ചു കൊടുക്കുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പൊ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായ ആ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ് യേശു ക്രിസ്തു. എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവും. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തു. ഞാനിവിടെ സൂചിപ്പിച്ചത് ആ പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവും ചെയ്യുന്ന ആ പ്രവൃത്തികൾക്ക് വ്യത്യസ്തതയുണ്ട്. അതോട് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ ഭാഗങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കുവാനായി എടുത്തിരിക്കുന്നത്. റോമാലേഖനം 8:26-27 വാക്യങ്ങൾ, അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവികപ്രകാരം പക്ഷപാതം ചെയ്യുന്നുമുണ്ട്.
ആത്മാവിന്റെ ചിന്തയിൽ നിന്ന് ഹൃദയങ്ങളെ പരിശോധിക്കാൻ അറിയാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എഫീസ് ലേഖനം 1:13 വാക്യം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തം പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ് നാം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട് വസിക്കും. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വസിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. തീത്തോസിന്റെ ലേഖനം 3:5, അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല, തന്റെ കരുണപ്രകാരം അത്രയെ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരുന്നത് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പാർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:26 വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പം പരിശുദ്ധാത്മാവ് പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് പുത്രനിലേക്ക് നടത്തുമ്പോൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:7-8 വാക്യങ്ങൾ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 5-3-4 വാക്യങ്ങൾ, അപ്പോൾ പത്രോസ് അനന്യാസ് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വില കുറെ എടുത്തു പോക്കാനും സാത്താൻ നിന്റെ ഹൃദയം കവിഷ്യമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റെതല്ലായിരുന്നു, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചെന്ന് പറഞ്ഞു. അപ്പം പത്രോസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ദൈവത്തോടത്ര വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവും ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്വം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ അതിലെ വ്യക്തിത്വം 3 നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ ദൈവത്വം, അതിന്റെ പൂർണ്ണതയിൽ 3 വ്യക്തിത്വങ്ങളിൽ നമുക്ക് ഈ പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവും ദൈവത്തിലും വസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ ദൈവത്തിലെ 3 വ്യക്തിത്വങ്ങളും സർവശക്തരും സർവജ്ഞാനികളും സർവ്വവ്യാപികളും സർവ്വാധികാരികളുമാണ് നമുക്ക് കാണാൻ സാധിക്കും. പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ ഒറ്റയ്ക്കെടുത്താലും അല്പം പോലും അവരിൽ ആരിലും ദൈവത്വത്തിന് കുറവ് വരുന്നില്ല. ഒറ്റയ്ക്കെടുത്താലും ഓരോരുത്തരും ദൈവത്വം അതിന്റെ പരിപൂർണ്ണതയിൽ തന്നെ ഉണ്ടായിരിക്കാൻ കാണാൻ സാധിക്കും. എന്നാൽ ആരിലും വേറിട്ട ദൈവത്വമല്ല, പങ്കിടുമ്പോഴും ഒറ്റ ദൈവത്വം മാത്രമേ ഉള്ളൂ. അതാണ് ത്രിയേക ദൈവത്വം, അല്ലെ ത്രിത്വം എന്നുള്ള ആശയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരേ അളവിലും ഒരേ പൂർണ്ണതയിലും ഒരേ ശക്തിയിലും ദൈവത്തിൻ്റെതായ സകല മഹിമകളിലും ദൈവത്വം 3 വ്യക്തിത്വങ്ങളിലും അതിന്റെ പൂർണ്ണതയിൽ തന്നെ ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാല് ഒരു ദൈവത്വം, ആ ദൈവത്വം അതേപോലെ പിതാവിലും അതേപോലെ പുത്രനിലും അതേപോലെ പരിശുദ്ധാത്മാവിലും നിലനിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും. സംക്ഷിപ്തമായി ഇങ്ങനെ പറയാൻ കഴിയും, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ത്രിയേക ദൈവത്തെയാണ്. നാം അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ക്രിസ്തീയ വിശ്വാസ സ്നാന വേളയിൽ പ്രഖ്യാപിക്കാറുണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവാദം പറയുന്നതിനാൽ നാം അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. 1 കൊരിന്ത്യർ 8:6 നമ്മൾ വായിച്ച പോലെ പിതാവായ ഏകദൈവം നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു ഏകകർത്താവ് നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു എന്ന് നാം നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനാൽ യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവത്തോടും നമ്മെ ഏകീഭവിപ്പാനിടയാക്കി തീർക്കുന്നു. ത്രിയേക ദൈവം സകല സ്തുതികൾക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാകിയാൽ ദൈവമക്കളായ നാം എപ്പോഴും ത്രിയേക ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കട്ടെ. ദൈവനാമം മഹത്വത്തോട് പറയട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം രാത്രികാലം കേൾക്കുവാൻ തക്കോണം ദൈവദാസനിൽ കൂടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ സ്തോത്രം അതേ ത്രിത്വത്തെക്കുറിച്ചും അതിന്റെ അതേ
ഈ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ചും പൂർണ്ണതയെക്കുറിച്ചും നമുക്ക് ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായി കേൾക്കുവാൻ തക്കവണ്ണം തീർന്നുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമുള്ള തുല്യതയെക്കുറിച്ച്, അതുപോലെ തന്നെ ഒറ്റ ദൈവത്തിലെ 3 വ്യക്തിത്വം പൂർണ്ണത നമുക്ക് തൃത്വത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒരേ അളവിൽ ഒരേ ശക്തിയിൽ പൂർണ്ണ ദൈവത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അല്ല, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലാണ് ഓരോ ദൈവമക്കളും വിശ്വാസികൾ ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നത് എന്ന് കർത്താവിന്റെ ദാസൻ വളരെ ഊന്നിപ്പറയുകയുണ്ടായല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആ ദൈവം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പുത്രനായ ക്രിസ്തു, ഹല്ലേലൂയ സ്തോത്രം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ഹല്ലേലൂയ സ്തോത്രം. അവൻ അൽഫയും ഒമേഗയുമാണ്, സത്യദൈവവും നിത്യജീവനുമാണ്, മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്, സകലത്തിന് അവകാശിയാണ്. ഹല്ലേലൂയ, സകലത്തിലും നമ്മെ അവകാശികളാക്കി തീർക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതേ, പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്ത പ്രവൃത്തികളെ കുറിച്ച് ദേവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ സ്തോത്രം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്രനായ ക്രിസ്തു, ഹല്ലേലൂയ സ്തോത്രം. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ ഇടപെട്ടവരാണ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ആ ദൈവത്വത്തെക്കുറിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ആ ദൈവിക തൃത്വത്തിന്റെ, ഹല്ലേലൂയ സ്തോത്രം, അതെ ആ യുണീക്നെസ്സിനെ കുറിച്ചൊക്കെയും ദൈവദാസൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിച്ചുവല്ലോ. കർത്താവിന് മഹത്വം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം കൽപ്പിച്ച നല്ല വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്ന് നാം വായിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ആ വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് രാത്രികാലം വചനം സംസാരിപ്പാൻ തക്കോണം ദൈവത്തിനെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. പാട്ടുപാടിയ സിസ്റ്റർ പാപ്സിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ കർത്താവ് നമുക്ക് നല്ല വിശ്രമം നൽകട്ടെ. തുടർന്നുള്ള ദിവസങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത 2024 മുതൽ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ സെഷൻ ചൊവ്വാഴ്ചകളിലായിരിക്കും എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ടോമി പാസ്റ്ററുടെ സെഷനിൽ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. ചൊവ്വാഴ്ച നടക്കുന്നത്, ബുധനാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ സെഷനും അതുപോലെ തന്നെ എബ്രായ ലേഖന പഠനം ഫസ്റ്റ് ടോമിയോസ് നടത്തുന്ന പഠനവും ഓൾട്ടർനേറ്റ് നടക്കുന്നതായ ആ സെഷൻ ചൊവ്വാഴ്ചകളിലും ബുധനാഴ്ചകൾ നടന്നുകൊണ്ടിരുന്നതായ ബൈബിൾ സ്റ്റഡി ചൊവ്വാഴ്ചയിൽ നടന്നുകൊണ്ടിരുന്ന ബൈബിൾ സ്റ്റഡി ബുധനാഴ്ചയിൽ നടക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഹല്ലേലൂയ സ്തോത്രം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം നമുക്ക് ഈ ശുശ്രൂഷകളെ ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 2024 വലിയ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ മേൽ ഈ ശുശ്രൂഷകളൊക്കെയും ഉണ്ടാകുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെയും അഭിഷേകത്തിന്റെ ശക്തി കർത്താവ് ധാരാളമായി പകർന്ന്, ഹല്ലേലൂയ കൃപയുടെ വചനം, ഹല്ലേലൂയ സ്തോത്രം സത്യവചനം, ഹല്ലേലൂയ നമ്മെ പരിപോഷിപ്പിക്കുന്ന ദൈവിക വചനം, ഹല്ലേലൂയ സ്തോത്രം ദൈവദാസന്മാരിൽ കൂടി കേൾക്കുവാൻ തക്കവണ്ണം തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ ജോസഫ് പാലമറ്റത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയിൽ ഇനിയും വർദ്ധിച്ചു വരുവാൻ തക്കോണം, അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ തക്കോണം ദൈവമായ കർത്താവ് ദൈവദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിനുശേഷം കർത്താവിന്റെ വചനം സമൃദ്ധിയായി കേൾക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവദാസന അഭിഷേകത്തോടെ രാത്രികാലം വചനം സംസാരിച്ചുവല്ലോ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദാസരൂപം എടുത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായി അവതരിച്ച്, ഹല്ലേലൂയ ഞങ്ങളുടെ പാവങ്ങളെ തന്റെ ക്രൂശിന്മേൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുനാഥ, ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ ദൈവത്വത്തെക്കുറിച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രി
രാത്രികാലം കേൾക്കുവാൻ തക്കവണ്ണം ആ ദൈവിക സമത്വത്തെക്കുറിച്ച്, അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച്, ഹല്ലേലൂയ, ത്രിയേകത്വത്തിലുള്ളതായ ആ വിശ്വാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയും ഇന്ന് രാത്രികാലം വചനത്തിൽ നിന്ന് സമൃദ്ധിയായി ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളോട് കൂടെയുള്ള ആ ദൈവിക സാന്നിധ്യത്തിനായി സ്തോത്രം. ആ ഇമ്മാനുവേൽ ഞങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. അൽഫയും ഒമേഗയുമായവൻ ഞങ്ങളോട് കൂടി ഉള്ളതിനായി സ്തോത്രം. സത്യദൈവവും നിത്യപിതാവുമായവൻ ഞങ്ങളോടുകൂടെ, നിത്യജീവനുമായവൻ ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം. ഓ മഹാദേവൻ ഞങ്ങളോട് കൂടി ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കൂടി ഉള്ളതിനായി സ്തോത്രം. സകലത്തിനും അവകാശിയായവൻ ഞങ്ങളെ സകലത്തിനും അവകാശിയാക്കി വെക്കുവാൻ ഞങ്ങളോട് കരുണ തോന്നി പുത്രനായ ക്രിസ്തുവിൽ കൂടി ആ പുത്രത്തിന്റെ അവകാശം ഞങ്ങൾക്കും തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ ഓഹരി, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഓ ആത്മാവാൻ ദൈവം, ഹല്ലേലൂയ, ഓ ദൈവിക പ്രവൃത്തികളെ കുറിച്ച്, ഹല്ലേലൂയ, അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയും അല്പമായി ചിന്തിക്കുവാൻ രാത്രികാലവും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. രാത്രികാലം കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്തിൽ കർത്താവേ ആഴമേറി വിശ്വസിപ്പാൻ തക്കവണ്ണം, വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. രാത്രികാലം വചനം സംസാരിപ്പാൻ, അഭിഷേകത്തോടെ സംസാരിപ്പാൻ പ്രിയമാനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഫിലദൽഫിയയുടെ പ്രദേശത്തിന്റെ മക്കളെ കുടുംബമായി അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. ദൈവകൃപയിൽ അവരെ പരിപാലിക്കും. ഞാൻ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ ശുശ്രൂഷയ്ക്കായി നീ കർത്താവേ അവരെ ഉപയോഗിച്ചുകൊള്ളണമേ. തേജ് പാട്ട് പാടുവാൻ ദാസി ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അഭിഷേകത്തോടെ സൂക്ഷിപ്പൻ നീയും ബലപ്പെടുത്തിക്കൊള്ളണമേ. കൃപയിൽ പരിപാലിക്കണമേ കർത്താവേ. പാട്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പ്രത്യേകം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോസിക്കായി സ്തോത്രം, ജെയ്സിക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവസ്ഥാനിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ദൈവകൃപ കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവേ. ദൈവനാമത്തിന് വേണ്ടി കർത്താവെ കുടുംബമായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിന്നത് പ്രിയപ്പെട്ടവരെ പ്രത്യേകം കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവേ ദൈവമേ കുടുംബമായി പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ കടന്നു വന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം എല്ലാവർക്കും ദൈവമേ ധാരാളമായ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. സ്തോത്രം. രാത്രികാലം ഈ വചനം തുടർച്ചയായിട്ട് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ. സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും ഞങ്ങൾക്ക് കർത്താവെ ജീവിപ്പാൻ ആവശ്യമായ കൃപ ഈ വചനത്തിൽ കൂടി ലഭിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവെ ദൈവത്തിന്റെ അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ കർത്താവെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി താഴ്ത്തുന്നു കർത്താവെ, സമർപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവെ. പരിപാലിക്കണമേ, കാത്തുകൊള്ളണമേ, സഹായിക്കണമേ. ദൂതന്മാരുടെ കാവലും പരിപാലനവും ഈ രാത്രികാലം ഞങ്ങളോട് കൂടി ഇരിക്കും. നല്ല വിശ്രമം നൽകണം. നാളെ പകൽക്കാലവും ജോലിക്കായി കടന്നു പോകുമ്പോൾ, വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നാളെ രാവിലെയും ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണേ. നാളെ വൈകിട്ട് നടക്കുന്ന പ്രയർ ലൈൻ സെഷൻ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം കർത്താവേ ഞങ്ങൾ ദൈവസനയിൽ കർത്താവെ അവസാന ദിവസങ്ങൾ കർത്താവെ ദൈവസനയിൽ സന്തോഷിക്കുവാനും ദൈവീയ അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുവാനും 2024 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സമർപ്പണത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അടുത്ത വർഷക്കാലവും കർത്താവെ നിന്റെ ഹിതമെങ്കിൽ ഈ ശുശ്രൂഷ തുറന്നുകൊണ്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നടക്കുന്ന 3 സെഷനുകളും 7 ദിവസവും നടക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ കൂട്ടായ്മയും വചനപഠനവും ഒക്കെ അനുഗ്രഹമായി അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിനെ സമർപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് അവരെല്ലാവരെയും അനുഗ്രഹിച്ച് സൂക്ഷിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തു മാന്ത്രം ഈ രാത്രികാലവും നമുക്ക് ജയം നൽകി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് പാലമറ്റത്തുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നാളെ വൈകിട്ട് നടക്കുന്നതായ ഇംഗ്ലീഷ് സെഷനും അതിനുശേഷം നടക്കുന്ന മലയാളം സെഷനിൽ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ വർഗീസ് ദൈവദിനത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം അതിൽ പങ്കെടുക്കാൻ നാളെ രാവിലെയും ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലും എല്ലാവരും പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.